മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. PV അൻവറിന് സ്വതന്ത്ര ചിഹ്നത്തിലെ മത്സരിക്കാനാവൂ. അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം കൂടിയാണ്. അവിടെ സൂക്ഷ്മ പരിശോധനയ്ക്കിടയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് എന്നതാണ്. ഇന്നലെ PV അൻവർ തന്നെ ഈ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ സാങ്കേതിക പിഴവാണോ അതല്ല അൻവർ ബോധപൂർവം അത് ആഗ്രഹിച്ചതാണോ? എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത കൂടി വരേണ്ടതുണ്ട്. അതായത് PV അൻവർ നൽകിയ ഒരു സെറ്റ് പത്രിക തള്ളിയിരിക്കുന്നു എന്നതാണ്. തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ഇല്ല തുടങ്ങിയ ചില സാങ്കേതിക കാരണങ്ങളാണ് ഇതിന് പ്രശ്നമായി നേരത്തെ PV അൻവർ ഉയർത്തിക്കാട്ടിയത്. അതുതന്നെയാണോ സംഭവിച്ചിരിക്കുന്നത്? എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടായിരിക്കില്ല PV അൻവർ കേരളത്തിൽ മത്സരിക്കുന്നത്. സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെയായിരിക്കുമെന്നതാണ് വ്യക്തമായ കാര്യം. അതാണിപ്പോൾ അവിടെ നടത്തിയിരിക്കുന്നത്. ഒരു സെറ്റ് പത്രിക തള്ളി അൻവറിൻ്റേത് എന്നതാണ്. ഇത് മുന്നിൽ കണ്ട് PV അൻവർ നേരത്തെ ഒരു സെറ്റ് കൂടി താൻ നൽകുന്നു എന്നത് ഇന്നലെ അദ്ദേഹം വിശദീകരിച്ചതാണ് മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം. സ്വാഭാവികമായും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സൂക്ഷ്മ പരിശോധനയിൽ നടന്നത് എന്ത് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അൻവറിൻ്റെ ഒരു അപരൻ, അൻവർ സാദത്ത് എന്ന പേരിലുള്ളൊരു അപരൻ കൂടി മത്സരരംഗത്തുണ്ട്. 12 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. ഇതിൽ ആരൊക്കെ മത്സരരംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നാണ് സൂക്ഷ്മ പരിശോധന. 2 ദിവസം കൂടിയുണ്ട് പത്രിക പിൻവലിക്കാനുള്ള സമയം. ഇതിനിടയിൽ ആരൊക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് UDF, M സ്വരാജ് ഇടതുമുന്നണി, ഒപ്പം ബാബു ജോർജ് അദ്ദേഹം BJP NDA സ്ഥാനാർത്ഥി, ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറും മറ്റു ചില സ്ഥാനാർത്ഥികളും. ഇതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കേണ്ടി വരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നു. അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക നൽകുന്നു. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം. അൻവറിന് തൃണമൂൽ കോൺഗ്രസ് അംഗത്വം, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല. നേരത്തെ അൻവർ മത്സരരംഗത്തുണ്ട് എന്ന് വന്നപ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അൻവറിനെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ മത്സരിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് എന്നതാണ് കേട്ട കാര്യം. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി, വ്യക്തത കൂടി വരേണ്ടതുണ്ട്. എന്തായാലും അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക നൽകി അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഏത് ചിഹ്നമായിരിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഓട്ടോറിക്ഷ ചിഹ്നം തേടിയൊക്കെ അൻവർ ശ്രമം നടത്തിയിരുന്നെങ്കിൽ കൂടിയും കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിന് അനുവദിച്ചിരിക്കുന്ന ചിഹ്നമാണ് ഓട്ടോറിക്ഷ. അതുകൊണ്ട് ആ ചിഹ്നം അദ്ദേഹത്തിന് അനുവദിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഒരു സംസ്ഥാന പാർട്ടിയായ PJ ജോസഫിൻ്റെ പാർട്ടിക്ക് അത്തരത്തിൽ ചിഹ്നം കിട്ടിയ സ്ഥിതിക്ക് ഒരു സ്വതന്ത്ര അംഗത്തിന് ഓട്ടോറിക്ഷ ചിഹ്നം കിട്ടുമോ? അങ്ങനെയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മറ്റേത് ചിഹ്നത്തിൽ അൻവർ മത്സരിക്കും? ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നേരത്തെ നിലമ്പൂരിൽ ഇടതു സ്വതന്ത്രനായിട്ടായിരുന്നു അൻവർ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മുന്നണികളുടെയും പിന്തുണയില്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതായിരിക്കും ഇത്തവണത്തെ സാഹചര്യം. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആയിരിക്കില്ല എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണ്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? ഇത് നേരത്തെ തന്നെ അൻവർ ഇന്നലെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സൂക്ഷ്മ പരിശോധനയിൽ ഈ പത്രിക തള്ളിപ്പോകാൻ കാരണം എന്താണ്? സജിത്ത്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നുള്ളൂ. എന്തായാലും 2 പത്രികകളായിരുന്നു അൻവർ സമർപ്പിച്ചിരുന്നത്. ഇതിൽ ഒരു പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതായത് TMC ലേബലിൽ ഇനി മത്സരിക്കാൻ അൻവറിന് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം സ്വതന്ത്രനായി അൻവറിന് മത്സരിക്കാൻ ഇതോടെ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് TMC ലേബലിൽ ഇത്തരത്തിൽ മത്സരിക്കാൻ അൻവറിന് താല്പര്യമില്ല. അത് ഇത്തരത്തിൽ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഡെറിക് ഒബ്രിയൻ ഈ ഒരു പ്രചരണ രംഗത്ത് സജീവമാകാൻ നിലമ്പൂരിലേക്ക് വരുന്നു എന്നടക്കമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ചിഹ്നം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ TMCയുടെ ലേബൽ അല്ലാതെ അൻവറിന് മത്സരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും വ്യക്തമായിരിക്കുന്നു. എന്തായാലും നിലവിൽ അൻവറിന്റെ TMCയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ആ ഒരു പത്രിക ഇപ്പോൾ തള്ളിയിരിക്കുന്നു. എന്തായാലും നിലവിൽ അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള അനുമതി മാത്രമാണ് ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഈ പത്രിക തള്ളാനുള്ള
ഒരു സാധ്യതയിലേക്ക് വന്നു എന്നുള്ള കാര്യം അത് നമുക്ക് അതിലൊരു വ്യക്തത ഇനി വരേണ്ടതായിരിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് വരാൻ സാധിക്കും. നേരത്തെ അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ TMCയുടെ ചിഹ്നം ഉപയോഗിച്ചാൽ അത് UDFന്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് മാറിപ്പോകാം, തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അത് UDFിലേക്ക് ചേക്കേറി പോകാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അൻവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതാകാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ അൻവർ നൽകിയ പത്രിക തള്ളാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം അൻവറിന്റെ ഭാഗത്തുണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി എന്തായാലും വരേണ്ടതായിരിക്കുന്നു. എന്തായാലും നിലവിൽ അൻവറിന്റെ ഒരു പത്രിക തള്ളിയിരിക്കുന്നു. ഒരു സ്വതന്ത്രനായി മത്സരിക്കാമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. സൈത, ഇതിനു പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി പ്രകടമാകുമല്ലോ. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അൻവറിന്റെ ഈ നീക്കം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. ഒരുപക്ഷേ PV അൻവർ പത്രിക നൽകിയാലും അത് പിൻവലിക്കാൻ 2 ദിവസം അവശേഷിക്കുന്നു. ഇതിനുള്ളിൽ പത്രിക പിൻവലിച്ചുകൊണ്ട് പിന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ സാധ്യത പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തൃണമൂലിന്റെ പേരിലുള്ള ഔദ്യോഗിക പത്രിക പിൻവലിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അൻവർ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നോട്ട് പോകുമോ? അതിനുള്ള സാധ്യത മുന്നിൽ കാണാൻ കഴിയുന്നുണ്ടോ? സജിത്ത്, അങ്ങനെ ഒരു സാഹചര്യം അത് നമുക്ക് അത് തള്ളിക്കളയാനാവില്ല. അങ്ങനെ ഒരു സാഹചര്യം, കാരണം ഇന്ന് അല്പസമയത്തിന് മുമ്പ് DCC പ്രസിഡന്റ് VS ജോയ് വ്യക്തമാക്കിയതുപോലെ തന്നെ നിലവിൽ ഒരു അനുനയ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അൻവറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന DCC പ്രസിഡന്റ് VS ജോയ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ മാത്രമല്ല, മറ്റു ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിൽ പോലും ഒരു തരത്തിൽ നോക്കിയാൽ അൻവറിനെ വലിയ രീതിയിൽ വിമർശിക്കാതെ അല്ലെങ്കിൽ അൻവറിന്റെ പേര് പരാമർശിക്കാതെയുള്ള ഒരു രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങളായിരുന്നു നേതാക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉയർന്നു വരികയും ചെയ്തത്. കാരണം നേരിട്ടൊരു ഫൈറ്റ് LDFും UDFും തമ്മിലാണ് എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. അത്തരത്തിൽ അൻവറിനെ പരോക്ഷമായി വിമർശിക്കാത്ത രീതിയിലായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. അതായത് നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് VD സതീശനെ വലിയ രീതിയിൽ പരോക്ഷമായി പരസ്യമായി തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അൻവറിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതേ നാണയത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിൽ പോലും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും അൻവറിനെതിരെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം പോലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നില്ലായിരുന്നു. അത് തന്നെ വീണ്ടും ഒരു അനുനയ ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു. എന്തായാലും നിലവിൽ അൻവറിന്റെ ഈ പത്രിക തള്ളിയതോടുകൂടി TMCയുടെ ലേബലിൽ മത്സരിക്കാത്തതോടുകൂടി ഏതെങ്കിലും തരത്തിൽ, അതായത് 4-ാം തീയതിയാണ് നാളെയാണ് ഇത്തരത്തിൽ, ക്ഷമിക്കണം, 5-ാം തീയതിയാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഒരു പക്ഷേ ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു പക്ഷേ TMC ലേബലിൽ മത്സരിച്ചാൽ അല്ലെങ്കിൽ TMCയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അൻവറിന് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല, പത്രിക പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പത്രിക പിൻവലിക്കാൻ അൻവറിന് മറ്റുള്ള ആരുടെയും രീതിയിൽ അല്ലെങ്കിൽ ആരോടും ചോദിക്കേണ്ടതായിട്ടില്ല. അൻവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അനുനയ ശ്രമം നടക്കുന്നു എന്നുള്ള VS ജോയിയുടെ ഒരു പരാമർശം അതും ഇതുകൂടെ ചേർത്ത് വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. സൈത, യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിഥുൻ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം. കാരണം തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അൻവറിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടും പ്രതിസന്ധികളുമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയൊരു നീക്കം തന്നെയാണോ നടത്തിയിരിക്കുന്നത് എന്ന ഒരു സംശയം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. എന്തായാലും അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക തള്ളിയതിന് സാങ്കേതിക പിഴവായിരിക്കാം കാരണമായി പറയുന്നത്. എന്താണ് ആ സൂക്ഷ്മ പരിശോധനയിൽ നടന്നത് എന്ന കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അനുമോദോ അനീഷോ ഉടൻ തന്നെ നമുക്കിപ്പോൾ പങ്കുചേരുകയും ചെയ്യും. എന്താണ് സൂക്ഷ്മ പരിശോധനയിൽ സംഭവിച്ച കാര്യം എന്ന കാര്യത്തിൽ ചേരുന്നു CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, എന്തുകൊണ്ടാണ് പത്രിക തള്ളിയത്? സൂക്ഷ്മ പരിശോധനയിൽ സാങ്കേതിക കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്ന ഇടമാണല്ലോ. എന്ത് കാരണം കൊണ്ടാണ് ഈ പത്രിക തള്ളിയത്? അജിത്ത്, നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരപ്രകാരം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ PV അൻവർ സമർപ്പിച്ച പത്രികയാണ് തള്ളിയിട്ടുള്ളത്. ദേശീയ പാർട്ടി ആയതിനാൽ 10 പേരുടെ ഒപ്പ് അതിൽ വേണമായിരുന്നു. എന്നാൽ അത്തരത്തിൽ 10 പേരുടെ ഒപ്പ് ഇല്ലാത്തതാണ് ഈ പത്രിക തള്ളാനുള്ള കാരണം എന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്ന വിവരം. പക്ഷെ അൻവർ 2 സെറ്റ് പത്രിക സമർപ്പിച്ചിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലും അൻവർ ഒരു പത്രിക സമർപ്പിച്ചിരുന്നു. അത് പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല. പക്ഷേ സ്വതന്ത്ര ചിഹ്നത്തിലാകും അൻവർ ഇത്തവണ നിലമ്പൂരിൽ മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 സെറ്റ് പത്രികകളായിരുന്നു അൻവർ സമർപ്പിച്ചത്. അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സമർപ്പിച്ച പത്രികയാണ് ഇപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ്
തള്ളിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ സ്വതന്ത്ര ചിഹ്നത്തിൽ അൻവറിന് മത്സരിക്കാവുന്ന സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അനുമോദ്, യഥാർത്ഥത്തിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ ഈ അൻവർ ആഗ്രഹിച്ചിരുന്നില്ലേ? അതുതന്നെയല്ലേ അൻവർ ആഗ്രഹിച്ചിരുന്ന കാര്യവും? അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ച് മത്സരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല അല്ലേ? തീർച്ചയായും അൻവർ രണ്ട് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഒന്ന്, സ്വതന്ത്ര ചിഹ്നത്തിൽ അൻവർ സ്ഥിരമായിട്ട് നിലമ്പൂരിൽ മത്സരിച്ചിരുന്ന ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുക. പക്ഷെ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചിഹ്നമായി അനുവദിച്ചതോടെ മറ്റൊരു സ്വതന്ത്ര ചിഹ്നമാണ് മത്സരിക്കുന്നത് ആദ്യം തന്നെ അൻവറിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കുമ്പോൾ പുല്ലും പൂവും ചിഹ്നത്തിൽ മത്സരിക്കേണ്ടത് ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശമായിരുന്നു. പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ ഈ ചിഹ്നം വലിയ പരിചിതമല്ലാത്തതും അത് ത്രിവർണ്ണ നിറം ഉള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ ചിഹ്നവുമായിട്ട് ആളുകൾക്ക് സാദൃശ്യം വരുമോ എന്നൊരു ആശങ്കയും അൻവറിന്റെ ക്യാമ്പ് പങ്കുവച്ചിരുന്നു. ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അൻവറിന് തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഒരു തരത്തിലും വലിയ താല്പര്യം ഉണ്ടായിരുന്ന കാര്യമല്ല. നിലവിലെ സാഹചര്യത്തിൽ അൻവറിന് സ്വതന്ത്ര ചിഹ്നം തന്നെ അനുവദിക്കും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അൻവർ 2 സെറ്റ് പത്രിക സമർപ്പിച്ചതും. അത് നേരത്തെ അൻവർ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെയാണ് ആ തരത്തിൽ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. തൃണമൂലിന്റെ പേരിൽ സമർപ്പിച്ച പത്രിക തള്ളിയാലും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ അൻവറിന് നിലമ്പൂരിൽ മത്സരിക്കാവുന്ന സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും സൂക്ഷ്മ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തിമ പരിശോധന അല്ലെങ്കിൽ അന്തിമ വിവരങ്ങൾ ലഭ്യമാവുന്നതേയുള്ളൂ. അനുമോദ, ഒരു കാര്യം കൂടി, വിവരങ്ങൾ ലഭ്യമാവുന്നുള്ളൂ എങ്കിൽ കൂടിയും അതിന്റെ ഒരു രാഷ്ട്രീയ വിശകലനത്തിൽ വരുമ്പോൾ പലരും പങ്കുവെച്ച ഒരു കാര്യം, അൻവറിന് ഇനിയും പിന്മാറാൻ സാധ്യതയുണ്ട്. 2 ദിവസം കൂടി അവശേഷിക്കുന്നു പത്രിക പിൻവലിക്കാൻ. ആ സാധ്യത അൻവർ ഒരുപക്ഷെ ഉപയോഗപ്പെടുത്തിയേക്കാം. ചില തരത്തിൽ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു എന്നതാണ്. ഇന്ന് DCC പ്രസിഡന്റ് VS ജോയിയുടെ വാക്കുകളൊക്കെ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ തൃണമൂൽ ചിഹ്നത്തിൽ നിന്ന് പിൻവലിയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ബോധപൂർവം അദ്ദേഹം സ്വതന്ത്ര ചിഹ്നം ആഗ്രഹിച്ചിരുന്നു. ആ രാഷ്ട്രീയ സാധ്യതയും ചർച്ചയ്ക്കും എത്ര കണ്ട് പ്രസക്തിയുണ്ട് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ? വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സജിത്ത്. അത് കാരണം നിലവിൽ തന്നെ ഇന്ന് VS ജോയ് നൽകിയ ആ വാക്കുകൾ, വിജയയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അൻവറുമായി ശ്രമങ്ങൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ വാതിൽ അടഞ്ഞു എന്ന് സംസ്ഥാന നേതൃത്വം പറയുമ്പോഴും ജില്ലാ അധ്യക്ഷനാണ്, DCC പ്രസിഡന്റാണ് അൻവറുമായി ഇനിയും ചർച്ച നടക്കുന്നതെന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല VS ജോയ് അൻവറുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ്. VS ജോയ്ക്ക് വേണ്ടിയാണ് അൻവർ ഈ ഒരു പോരാട്ടം തന്നെ തുടങ്ങിയതെന്ന് നമുക്ക് പറയാം. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യത്തിന് വിഘാതമാകുമെന്നും അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് അനുവാദം ഉണ്ടാകില്ല എന്നും ഒരു സാങ്കേതിക കാരണം അൻവറിന് പറയാനും കഴിയും. അങ്ങനെ ഒരു സാങ്കേതിക കാരണം പറഞ്ഞ് അൻവറിന് പിന്മാറുകയാണെങ്കിൽ അത് UDFന് ഈ ഒരു ഘട്ടത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സമവായ നീക്കത്തിനുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്യും. അത്തരത്തിൽ അൻവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അൻവറിന് നേടിയെടുക്കുവാനും UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന വലിയ ഒരു തലവേദന ഒഴിവാകാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയത് ഒരു തരത്തിൽ ഇവിടെ അൻവറിന് ഉപകാരപ്പെടുന്ന സാഹചര്യം കൂടി അൻവർ തള്ളിയതല്ല, തള്ളിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരം വിലയിരുത്തലിലേക്ക് തന്നെ പോകണം. എന്തുകൊണ്ടാണ് അൻവർ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ തന്റെ ഒരു സെറ്റ് പത്രിക തള്ളിയേക്കാം എന്ന കാര്യം മുൻപ് തന്നെ നിശ്ചയിച്ചത്? സ്വാഭാവികമായും അത്തരം ചർച്ചകൾ തുടക്കമിട്ടത് തന്നെ ചില ബോധപൂർവമല്ലേ എന്നതാണ് സംശയം. അതായത് അവസാന ഘട്ടവും വിലപേശലിനുള്ള അവസരം ഒരുക്കി അൻവർ മുന്നോട്ട് പോകുകയല്ലേ ചെയ്തത്. 2 ദിവസം അവശേഷിക്കുന്നുണ്ട്. അതിനുള്ളിൽ ചില ചർച്ചകളും നീക്കങ്ങളും അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്വതന്ത്ര പരിവേഷത്തിൽ നിന്നുകൊണ്ട് പിന്നോട്ട് പോവുക. യഥാർത്ഥത്തിൽ തൃണമൂലിന്റെ ബാനർ ഇപ്പോൾ അൻവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. 2 കാര്യങ്ങളാണ്. ഒന്ന്, UDF പ്രവേശനത്തിന് തന്നെ അത് തടസ്സമാകുന്നു. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് അംഗമായി കേരളത്തിൽ പ്രവർത്തിച്ചാൽ എന്ത് രാഷ്ട്രീയ സാധ്യത എന്നതും അൻവറിനെ കുഴയ്ക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി, അൻവറിന്റെ നീക്കങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട്. കാരണം ദേശീയ നേതൃത്വം കൃത്യമായ നിരീക്ഷണത്തിലാണ്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിനെ മുൻനിർത്തി ചില വിലപേശലുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയിലായിരുന്നു അവര്. എന്തായാലും ഈ തൃണമൂൽ ചിഹ്നത്തിൽ അല്ല തന്റെ സ്ഥാനാർത്ഥിത്വം എന്നത് ബോധപൂർവമായി വരുത്താൻ അൻവർ ശ്രമിച്ചു എന്ന രാഷ്ട്രീയ ആക്ഷേപത്തിന് അതിന് പഴുതുകളുണ്ട്, അല്ലെങ്കിൽ അതിന് കഴമ്പുകളുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അനുമോദ്, അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്? അൻവർ കൃത്യമായിട്ട് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നോമിനേഷൻ നൽകാൻ ഇറങ്ങുമ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏത് ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന ചോദ്യത്തിന് 2 സെറ്റ് പത്രിക നൽകുന്നുണ്ട്. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാരണത്താലാണ് അത്തരത്തിൽ 2 സെറ്റ് പത്രിക നൽകുന്നത്. ഒന്നാമത് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ കേരളത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ തൃണമൂലിന് ദേശീയ പാർട്ടിയായിട്ട് പൂർണ്ണ അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ആ
ആ ഒരു സാഹചര്യത്തിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നും അൻവറിന് നിയമോപദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപദേശം ലഭിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹം രണ്ടാമതൊരു പത്രിക സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ സമർപ്പിക്കുന്നു. ഇത് അദ്ദേഹം കണക്കാക്കിയതുപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശകർ പറഞ്ഞതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ സമർപ്പിച്ച പത്രിക സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തള്ളുന്നു. അതോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഈ VS ജോയിയുടെ വാക്കുകൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ UDF ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അനുമോദ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ഞങ്ങൾ മടങ്ങി വരാം. സജി മഞ്ഞക്കടമ്പുകൾ ചേരുകയാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ്. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, പത്രിക തള്ളും എന്ന് നേരത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചതല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഒരു പത്രിക തള്ളുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിചാരിതമായിട്ട് ഇപ്പൊ തള്ളിയെന്ന് കേൾക്കുന്നു. ഇനി തള്ളിയെങ്കിലും നമ്മുടെ സ്വതന്ത്രനായിട്ടുള്ള പത്രിക അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മത്സരരംഗത്തുണ്ടാവും. ഈ തള്ളാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് പൂർണ്ണമായിട്ട് തള്ളിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. തള്ളി എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചിട്ടില്ല. അതിന്റെ ദേശീയ നേതൃത്വം കത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്താ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിലവിൽ സ്ഥലത്തില്ല. എനിക്ക് കിട്ടിയ വിവരം ഇങ്ങനെയാണ്. എന്തായാലും ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ നാഷണൽ പാർട്ടി എന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ലെവലിൽ മത്സരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് മത്സരരംഗത്തുണ്ടാകും, യാതൊരു സംശയവുമില്ല. PV അൻവർ വിജയിക്കുകയും ചെയ്യും. ഇപ്പൊ സ്വതന്ത്രനാണെങ്കിൽ അവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളിലെയും വോട്ട് കിട്ടാനുള്ള സമാഹരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു അംഗമായി അദ്ദേഹത്തിന്റെ അതിന്റെ ബാനറിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും പാലിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാതെ പോയതാണോ? എന്താണ് അതിൽ സംഭവിച്ച പിഴവ്? ഞാൻ പറഞ്ഞില്ല, നോമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അല്ല ചെയ്തത്. അവിടെ പ്രത്യേക ടീം ഉണ്ടായിരുന്നു, അവരാണ് ചെയ്തത്. അവരിപ്പോൾ അതുമായി ബന്ധപ്പെട്ടോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അതിനാൽ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഈ വിവരം കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹം മത്സരരംഗത്തുണ്ട്. പക്ഷേ അവിടെയും സജീവൻ ഞെക്കടമ്പിൽ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്. യഥാർത്ഥത്തിൽ അൻവർ ആഗ്രഹിച്ചത് സ്വതന്ത്രനാകാൻ തന്നെയാണ്. കാരണം സ്വതന്ത്രനായാൽ ചില വിലപേശലുകൾ ഇനിയും നടക്കും എന്ന ചില ആക്ഷേപങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. ആക്ഷേപത്തിനും കാര്യമില്ല, എനിക്കിതേ പറയാനുള്ളൂ. ഞാനിപ്പോൾ വേറെ ഒരു മീറ്റിംഗിലാണ്. അപ്പൊ ഇതിനകത്ത് യാതൊരു സംശയം വേണ്ട. അദ്ദേഹവുമായി PV അൻവറുമായി ഞാൻ സംസാരിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം. യെസ്, സജി മഞ്ഞക്കടമ്പിന്റെ വാക്കുകളാണ്. അദ്ദേഹം ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ കൂടിയാണ്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായ അൻവറിന് മുന്നിലുണ്ട്. അൻവർ നടത്തുന്ന നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്, വിലപേശലിന് ഇടവെക്കുന്നതാണ്. UDFനെയും LDFനെയും ഒരുപോലെ എതിർത്തുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാടുകളിൽ അൻവർ ഇനി എന്ത് തന്ത്രം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ നീക്കം ഇനി പ്രധാനപ്പെട്ടതാണ്. അതല്ലെങ്കിൽ കൂടുതൽ അനുനയത്തിന്, കൂടുതൽ അൻവറിനെ ഒപ്പം നിർത്താൻ സാധ്യത UDFന് നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എന്നുകൂടി നമുക്ക് പറയാം. കാരണം സ്വതന്ത്രനായ അൻവറിന് പിന്മാറാൻ ഒന്നുകൂടി അവസരങ്ങൾ നൽകുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ സമ്മർദ്ദങ്ങളും പയറ്റുന്ന അൻവർ അവസാനം ഒരു തരത്തിൽ ഒരു പുതിയ നീക്കത്തിന് കൂടി ഇതിന് ഇടവെക്കുമോ എന്ന ചോദ്യമാണ്. അൻവർ ആഗ്രഹിച്ച ബോധപൂർവമായി ഈ പത്രിക തള്ളിയതല്ലേ എന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയാണ്. അൻവർ രംഗത്തുണ്ടാകുമോ സ്വതന്ത്രനായി എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഉയർന്നു വരികയും ചെയ്യുന്നത്. എന്തായാലും PV അൻവർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണവും നിർണായകമാണ്. CV അനുമോദ് ഒപ്പമുണ്ടെന്ന് കരുതുന്നു. അനുമോദ്, എന്തുകൊണ്ട് പത്രിക തള്ളി? ഇത് സംബന്ധിച്ച് സ്വാഭാവികമായും പത്രിക നാമനിർദ്ദേശത്തിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനിടയിൽ ചലഞ്ചിങ് വരും. എതിർകക്ഷി ഈ പത്രിക സംബന്ധിച്ച ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വിശദീകരണം നൽകേണ്ടതുണ്ട്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ആ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? സജിത്ത്, ഇപ്പോഴും പത്രിക സംബന്ധിച്ചുള്ള സൂക്ഷ്മ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇനിയും കുറച്ച് സമയം കൂടി നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് സംബന്ധിച്ചുള്ള അൻവറിന്റെ വാദഗതികളും അവിടെ അൻവറിന്റെ കൂടെ ഉള്ള അഭിഭാഷകർ അവിടെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പത്രിക സമർപ്പിച്ചതിൽ ഒപ്പിട്ടതിൽ വന്ന പിഴവ്, അതായത് 10 പേർ ഒപ്പിടണമെന്നാണ് ഈ ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അതിൽ വന്നൊരു പിഴവാണ് ഈ ഒരു നടപടിയിലേക്ക് നീങ്ങിയതെന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അൻവറുമായി നമ്മൾ സംസാരിച്ച അൻവർ ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറല്ല. ഇക്കാര്യത്തിൽ മത്സരിക്കുമെന്ന് അൻവറിന്റെ കൂടെയുള്ള ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതിൽ സാങ്കേതികമായിട്ടുള്ള ഈ പിഴവുകൾ കാരണം ഒരുപക്ഷെ സ്വതന്ത്ര ഇനത്തിലായിരിക്കും മത്സരിക്കുക. ഒരുപക്ഷെ 2-3 മണിക്കൂറുകൾക്ക് ശേഷം ആയിരിക്കും ഇതിലൊരു സ്ഥിരീകരണം വരിക. അപ്പോൾ പ്രതികരിക്കാമെന്നാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം.
ഇക്കാര്യത്തിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും അത് സ്വതന്ത്ര ചിഹ്നത്തിലാകുമെന്ന സാധ്യതകളാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. ഇനി ഇത് സമവായത്തിലേക്ക് ഈ ഒരു സാഹചര്യം സമവായത്തിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ TMCയുടെ പേരിൽ സമർപ്പിച്ച അൻവറിന്റെ പത്രിക തള്ളി എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അൻവർ മത്സരിക്കാനുള്ള സാധ്യത നിലമ്പൂരിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുമെന്ന് ഈ അൻവറിന്റെ അനുകൂലികൾ അൻവർ കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അത് സംഭവിക്കുമോ? ഇപ്പോൾ സംഭവിച്ചത് പത്രിക തള്ളൽ അത് നേരത്തെ പ്രതീക്ഷിച്ചതാണോ എന്ന കാര്യം കൂടി പ്രസക്തമാവുകയാണ്. അങ്ങനെയെങ്കിൽ അതിൽ എന്താണ് സംഭവിച്ചത്? വീണ്ടും ഒരു വിലപേശലിന് നിലമ്പൂർ രാഷ്ട്രീയം വഴിവെക്കുമോ? എന്താണ് കോൺഗ്രസിന്റെ നീക്കം? കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണം? ഇതൊക്കെ വരുന്ന മണിക്കൂറുകളിൽ പ്രസക്തമാണ്. എന്തായാലും അത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. MG മിഥുൻ, പത്ത് പേരുടെ ഒപ്പിടേണ്ടതിന് പകരം 8 പേരുടെ ഒപ്പ് മാത്രമേ ഇട്ടുള്ളൂ എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ പത്രിക സമർപ്പിക്കുന്നത് കൃത്യമായി ഇതിൻ്റെ നിയമവും വ്യവസ്ഥകളൊക്കെ അറിയാവുന്ന അഭിഭാഷകരൊക്കെ ഉൾപ്പെടുന്ന ഒരു ടീമാണ്. അവർക്ക് അറിയാവുന്ന കാര്യം എങ്ങനെ വിട്ടുപോയി എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. PV അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക നൽകുന്നു, അതുകൊണ്ട് സ്വതന്ത്രനായ മറ്റൊരു സെറ്റ് പത്രിക കൂടി നേരത്തെ നൽകിയിരുന്നു എന്നതാണ് അൻവർ നേരത്തെ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായി അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ നോമിനേഷൻ സൂക്ഷ്മ പരിശോധനാ ഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ത് എന്നതിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കഴിയൂ. തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കില്ല അദ്ദേഹം മത്സരിക്കുന്നത്. തൃണമൂലിൻ്റെ ചിഹ്നമായിരിക്കില്ല അദ്ദേഹത്തിൻ്റേത്. ഈ ക്യാമ്പയിനിലൊക്കെ ഇന്നലെ തന്നെ കണ്ടതാണ്. PV അൻവറിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് തുടക്കമായപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വിളികളും തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നങ്ങളുമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു അൻവർ പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല. ഇനി പ്രചരണ രംഗത്തടക്കം അത് ബാധിക്കാനും സാധ്യതയുണ്ട് എന്ന് കൂടി നമുക്ക് കരുതാം. എന്തായാലും PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാത്രം മത്സരിക്കേണ്ടി വരും. പത്രിക മനഃപൂർവ്വം തള്ളിച്ചത് എന്നത് തന്നെയാണ് ഉയരുന്ന ആക്ഷേപം. ഇക്കാര്യത്തിൽ അൻവറിൻ്റെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടാവേണ്ടതുണ്ട്. എന്താണ് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചതിന് കാരണം? തൃണമൂൽ സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാനാവില്ല എന്നതാണ് ഈ തീരുമാനം കൊണ്ട് സംഭവിക്കുന്നത്. PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലേബലിൽ നിന്നും ഇത്തവണ ദേശീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് അംഗം എന്ന രീതിയിൽ, അതിൻ്റെ സംസ്ഥാനത്തെ ചുമതലക്കാരൻ എന്ന രീതിയിൽ മത്സരരംഗത്തേക്ക് എത്താൻ ശ്രമിച്ച PV അൻവറിന് തിരിച്ചടി അതിൽ ഉണ്ടാവുന്നു. പക്ഷേ ഈ തിരിച്ചടി പ്രതീക്ഷിച്ചതാണോ അതല്ലെങ്കിൽ ബോധപൂർവം ഉണ്ടാക്കിയതാണോ തുടങ്ങിയ ആക്ഷേപങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഉയരുക തന്നെ ചെയ്യും. കാരണം അൻവർ വീണ്ടും ഒരു വിലപേശലിന് ശ്രമിക്കുകയാണോ കോൺഗ്രസുമായി എന്നതാണ്. അതിൻ്റെ സാധ്യതകൾ അടഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പറയുമ്പോൾ പ്രതീക്ഷിക്കണം നിലമ്പൂർ രാഷ്ട്രീയത്തിൽ നിന്ന് ഇനിയും സസ്പെൻസുകൾ, നാടകീയ നീക്കങ്ങൾ. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനെ ലേബലിൽ മത്സരിച്ചാൽ വിലപേശലിന് അവസരമില്ല എന്നത് ഒരുപക്ഷെ അൻവർ മുന്നിൽ കണ്ടിരുന്നോ? അങ്ങനെയാണെങ്കിൽ അതാണോ ഇപ്പോൾ സംഭവിച്ച നീക്കം? ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ഇനി അവശേഷിക്കുന്ന 2 ദിവസങ്ങൾ മാത്രമാണ്. സജീവൻ നമുക്കൊപ്പം ചേരുകയാണ്, മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ സജീവൻ, ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചതാണ് അൻവർ ഒരു പത്രിക തള്ളിപ്പോയേക്കാമെന്നത്. യഥാർത്ഥത്തിൽ അൻവർ മുന്നിൽ കണ്ടിരുന്നോ ഇത് തള്ളുമെന്നും താൻ സ്വതന്ത്രനായാണ് മത്സരിക്കേണ്ടതെന്ന്? അങ്ങനെയെങ്കിൽ അതൊരു പുതിയ വിലപേശലിനുള്ള നീക്കമായി കൂടി മാറുമോ? തീർച്ചയായിട്ടും അൻവറിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അൻവർ എപ്പോഴാണ് എന്താണ് തീരുമാനിക്കുക, എന്തെല്ലാം രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹം വിധേയനാവും എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. സ്വാഭാവിക ഈ രീതിയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പത്രിക നൽകുക, അതേസമയം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനായിട്ട് TMCയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പത്രിക നൽകുക എന്ന് പറയുന്നത് ഈ തരത്തിൽ തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് TMCയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് നിൽക്കാം വളരെ കുറെ കൂടി എളുപ്പമാണ്. മറ്റുള്ള കാര്യങ്ങളിൽ അവസാന ഘട്ടത്തിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഒരു പാർട്ടി സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം അൻവറിന്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം കുറച്ച് കാലമായിട്ട് എടുത്ത ഈ LDF വിട്ടതിന് ശേഷം അദ്ദേഹം എടുത്ത ഓരോരോ നിലപാട്,
ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതിന് തിരിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം നേട്ടം ഉണ്ടാക്കുന്ന ഒരു ശ്രമത്തിലേക്കാണ് പോവുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അൻവറിന്റെ ലക്ഷ്യം. അപ്പൊ അതിന് UDF സമ്മർദ്ദത്തിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഈ തന്റെ പിന്തുണ അവർ തേടുന്നൊരവസ്ഥ ഉണ്ടാക്കുക, അങ്ങനെ ആ അടുത്ത തവണ നിലമ്പൂർ തന്നെ തന്റെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതായിരിക്കും അൻവറിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അൻവർ ഇപ്പോൾ ഈ കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം പത്രിക നൽകിയതെന്നാണ് കരുതേണ്ടത്. അത് കാണും. സ്വാഭാവികമായും ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ രാവിലെ മുതൽ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, അൻവറിനെ അനുനയിപ്പിക്കാൻ ഇനിയും അവസരമുണ്ട്, അത്തരം ചർച്ചകളുണ്ടല്ലോ, 2 ദിവസം കൂടി ഉണ്ടല്ലോ എന്നതൊക്കെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ അണിയറയിൽ ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നു എന്ന് കരുതണം അല്ലേ? തീർച്ചയായിട്ടും. നമുക്കറിയാമല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തില് അൻവറിന്റെ അടുത്ത് പോയത്, അതിനെക്കുറിച്ച് മറ്റുള്ള നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ, അത് UDF തീരുമാനം കൃത്യമായിട്ടാണ് പലതവണ ആലോചിച്ചിട്ട് ഒരു അവസരം കൊടുത്ത് അവസാനത്തെ യോഗം ചേർന്നിട്ട് UDF തീരുമാനം UDF കൺവീനർ കൃത്യമായി പറയുന്നു, ഞങ്ങൾ ഇനി അൻവറുമായി ഒരു ചർച്ചയ്ക്കുമില്ല, ഞങ്ങളുടെ രീതിയിൽ പോകുന്നു പറയുന്നു. അതിനുശേഷമാണ് പിന്നീട് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അൻവറിന്റെ വീട്ടിലേക്കുള്ള യാത്ര സ്വയം തീരുമാനിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരു കൃത്യമായിട്ടുള്ള ഒരു സംസാരത്തിന്റെ വിലപേശനം എന്നല്ല, ഒരു ഇടനിലക്കാരനായി പോയിക്കൊണ്ട് സംസാരിച്ച് അൻവറിനെ അനുനയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കണം. പക്ഷെ അതിന്റെ വിഷ്വൽസ് ഒക്കെ പുറത്തു വന്നതോടുകൂടിയിട്ട് അതിനെ തള്ളി പറയേണ്ട ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല. കാരണം പ്രതിപക്ഷ നേതാവിനെതിരെയാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞെങ്കിൽ പോലും അൻവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് പൂർണ്ണമായും തെറ്റാണ്, അവനെ ശാസിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും KPCC പ്രസിഡന്റോ മറ്റേതെങ്കിലും നേതാക്കന്മാരോ രാഹുൽ മാങ്കൂട്ടത്തിലെ നടപടിയെ തള്ളി പറഞ്ഞിട്ടില്ല. അത് സ്വന്തം നിലയ്ക്ക് പോയതായിരിക്കാം, അതിൽ കാര്യമായ ഒന്നും തെറ്റൊന്നും കാണുന്നില്ല എന്ന രീതിയിലാണ് ഇവരൊക്കെ പ്രതികരിച്ചത്. അതിനുശേഷം നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ നേതാവ് MLA ആയിട്ടുള്ള ഹമീദ്, അദ്ദേഹം പറഞ്ഞ കാര്യം അറിയാം. അപ്പോൾ അൻവറിന്റെ ഒരു പിന്തുണ സ്വാഭാവികമായിട്ട് നേടാനുള്ള മറ്റു മാർഗങ്ങൾ അവസാന ഘട്ടം വരെ UDF ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം അൻവർ മത്സരിക്കുമ്പോഴാണെങ്കിൽ, അൻവർ UDF ഇടഞ്ഞു നിൽക്കുമ്പോഴാണെങ്കിൽ അതിന്റെ വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് UDF-നാണ്. കാരണം സ്ഥാനാർത്ഥിക്കെതിരെ അക്കമിട്ടുകൊണ്ട് പല ആരോപണങ്ങളും ഉന്നയിക്കുക. ചുരുങ്ങിയ ആരോപണങ്ങളൊന്നുമില്ല. സമുദായത്തിന്റെ പിന്തുണ ലഭിക്കാതിരിക്കാൻ, മുസ്ലിം ലീഗിന്റെ പിന്തുണ ലഭിക്കാതിരിക്കാൻ, മറ്റേ ഈ വ്യാപാരി വ്യവസായികളുടെ പിന്തുണ ലഭിക്കാതിരിക്കും, ഇങ്ങനെയൊക്കെ കൃത്യമായ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു നഷ്ടമാകും. നിലമ്പൂരിൽ തോൽവി ഉണ്ടായാൽ അത് UDF-ന് വലിയ ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ അൻവറിനെ പല രീതിയിൽ അനുനയിപ്പിക്കാനുള്ള അവസരം ഇനിയും അവർക്ക് കൈവന്നിരിക്കുകയാണ്. അൻവറിനാണെങ്കിൽ വിലപേശിക്കൊണ്ട് കൃത്യമായിട്ടും 2026 തന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നതിലേക്ക് കുറെ കൂടി അടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും അൻവറിനെ സംബന്ധിച്ച് വിലപേശലിനുള്ള അവസരം കൂടിയാണ് ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷണം. അത് തെറ്റാവില്ല, അല്ലെങ്കിൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ആ തരത്തിലേക്കാണ് സാഹചര്യം പോകുന്നത്. നിലമ്പൂരിൽ തുടക്കം മുതൽ തന്നെ സങ്കീർണമായ പല രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. PV അൻവർ പറഞ്ഞതും പിന്നീട് പറഞ്ഞതും എല്ലാം മാറ്റി പറയുന്ന ആളാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 തരത്തിൽ പ്രസ്താവന നടത്തി രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന PV അൻവറിന് ഈ നീക്കത്തിന് പിന്നിലും ചില ബോധപൂർവമായി മുന്നിൽ കണ്ട കാര്യങ്ങൾ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ അൻവർ അവസാനപ്പെട്ട വിലപേശലിന് ശ്രമിക്കുന്നു. കോൺഗ്രസ് ഈ അവസരം ഉപയോഗപ്പെടുത്തുമോ? ഉപയോഗപ്പെടുത്തിയാൽ അതെങ്ങനെ, എന്തു രീതിയിലാണ് ചർച്ച നടക്കുന്നത്? രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞേക്കാം. രമേശ് ചെന്നിത്തല, K. സുധാകരൻ, ഒപ്പം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പൊതുവിൽ അൻവറുമായി അടുത്ത് നിൽക്കുന്നവരാണ്, ആശയവിനിമയം നടത്തുന്നവരാണ് എന്നതാണ്. അൻവറൊന്നും ഈ നേതാക്കളെ തള്ളിപ്പറയാൻ അൻവറും തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ അത്തരം നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടോ എന്നതാണ്. UDF പ്രവേശനം, UDF എത്തിയാൽ തനിക്ക് എന്തു പരിഗണന, എന്തുറപ്പ്? ഇതാണ് അൻവറിനെ ഇപ്പോഴും കുഴയ്ക്കുന്ന വിഷയം. ആ വിഷയത്തിന് UDF നേതൃത്വത്തിന് ഒരു മറുപടി പറയേണ്ടി വരും. ഏതു സീറ്റ്, എങ്ങനെ എന്നുള്ളത്. അതിൽ ധാരണയുണ്ടാവുന്ന പക്ഷം ഒരുപക്ഷെ ചില ഒത്തുതീർപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, PV അൻവർ മത്സരിച്ചാൽ ഏറ്റവും ഭീഷണി നേരിടുന്നത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കൂടിയാണ്. NP ചേക്കുട്ടി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ NP ചേക്കുട്ടി,
അൻവർ നടത്തുന്നത് അവസാന വട്ടത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രമാണ്. ഇനിയും UDF-ഉമായും കോൺഗ്രസുമായും ധാരണയുണ്ടാക്കാനുള്ള ഒരു പഴുത് അവശേഷിപ്പിച്ച് അൻവർ പോകുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. അത് തെറ്റെന്ന് കരുതാൻ കഴിയുമോ? ഈ ബോധപൂർവമായാണ് ഈ പത്രിക തള്ളിയത് എന്ന ഒരു വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ. സാധാരണ നിലയിൽ ഒരു ദേശീയ പാർട്ടിയുടെ പേരിൽ ഒരാൾ പത്രിക സമർപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തിയിട്ട് തന്നെയാണ്. അപ്പൊ തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ നേരത്തെ മുൻകൂട്ടി ചില ആസൂത്രണം അതിനകത്ത് ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ TMPയുടെ സ്ഥാനാർത്ഥിയാണ് പിൻവലിക്കണമെങ്കിൽ കൽക്കട്ടയിൽ നിന്നുള്ള അനുവാദമൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകൾക്കനുസരിച്ച് ചിലപ്പം കൽക്കട്ട സമ്മതിച്ചോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം അദ്ദേഹം ആ സ്ഥാനാർത്ഥിത്വം പതുക്കെ ഉപേക്ഷിച്ച് സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള നീക്കം നടത്തുന്നത്. അതും എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് UDF-ൽ നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നിലമ്പൂരിൽ പിന്തുണ കൊടുക്കണമെങ്കിൽ മറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2-3 സീറ്റുകൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തിരുവമ്പാടി അടക്കം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ ആഗ്രഹം. പക്ഷേ അതിൽ ലീഗ് അടക്കമുള്ള പാർട്ടികളിന്റെ കൂടി സമ്മതം കിട്ടാതെ അത് നടക്കില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പരമാവധി എലവേഷൻ എന്ന തന്ത്രമാണ് അൻവർ പയറ്റുന്നത്. എത്രത്തോളം അതിൽ വിജയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്തരത്തിലൊരു തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് കേന്ദ്രങ്ങളും കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിക്കുമ്പോഴും ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്, ഇനിയും അനുനയ സാധ്യതയുണ്ടല്ലോ എന്ന കാര്യം. അങ്ങനെയെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന 2 ദിവസത്തിനുള്ളിൽ ചില നാടകീയ നീക്കങ്ങൾ നിലമ്പൂരിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം അല്ലേ? നാടകീയതയൊന്നുമില്ല, ഇത് വിലപേശലാണ്. ഇത് സാധാരണ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടായിരുന്നു. അൻവർ അടിസ്ഥാനപരമായിട്ട് ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് വ്യവസായത്തിന്റെ അടിസ്ഥാനത്തിൽ, ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കാണുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പരമാവധി തനിക്ക് നേട്ടം കിട്ടുന്ന, ലാഭം കിട്ടുന്ന ഒരു കച്ചവടം എന്ന മട്ടിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് UDF, ലീഗ് അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വോട്ടുണ്ട് എന്നുള്ള ധാരണയിൽ ഒരു പക്ഷേ കുറച്ച് എത്രത്തോളം അദ്ദേഹത്തിന് വോട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അദ്ദേഹം 2 തവണ അവിടെ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ചില നീക്കുപോക്കുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എത്രത്തോളം UDF അദ്ദേഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങും എന്നതിനെ കുറിച്ച് എനിക്ക് അത്ര ഉറപ്പില്ല. അത്ര അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾക്ക് അവർ വഴങ്ങി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു അഗ്രിമെന്റ് ഉണ്ടാവേണ്ടതായിരുന്നു. യെസ്, NP ചേക്കുട്ടിയാണ് നിലപാട് പറഞ്ഞത്. KP റഹ്മത്തുള്ള കൂടി നമുക്കുണ്ട്. രാവിലെ KP റഹ്മത്തുള്ള, രാവിലെ നമ്മൾ സംസാരിച്ചതാണ് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത. അങ്ങനെയെങ്കിൽ ഇനിയും ചില ഒത്തുതീർപ്പ് സാധ്യതകൾ അതിലേക്ക് തന്നെയാണ് വഴിയൊരുക്കുന്നത് എന്ന ചില സൂചനകൾ വരികയാണ്. അൻവർ ആഗ്രഹിച്ചിരുന്നു ഈ സ്വതന്ത്ര പരിവേഷം അല്ലേ? അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നോ സ്വതന്ത്രനാകുന്നോ എന്നതല്ല വിഷയം. അൻവറിന്റെ കയ്യിൽ വോട്ടുണ്ട് എന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം UDF നേതൃത്വത്തെയും ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അൻവറിന്റെ പിന്തുണയോടുകൂടി മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് UDF നേതൃത്വം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അൻവർ ഇപ്പോഴും നേരത്തെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കും തന്റെ കൂടെയുള്ള ഏതാനും ആളുകൾക്കും UDF-ൽ നിന്ന് സീറ്റുകൾ നേടിയെടുക്കുക എന്ന സമ്മർദ്ദ തന്ത്രമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇനിയും വരും ദിവസങ്ങളിലും അൻവർ പ്രവർത്തിക്കാൻ പോകുന്നത്. തിരുവമ്പാടിയും തവനൂരുമൊക്കെ നൽകാനും വലിയ എതിർപ്പുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സീറ്റുകൾ വാങ്ങിക്കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ഇതുവരെ നടത്തിയ UDF വിരുദ്ധ പ്രസ്താവനകൾക്ക് ക്ഷമ പറഞ്ഞുകൊണ്ട് അൻവർ UDF-ന്റെ പ്രചരണ നായകനായി വന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുന്നതിൽ വലിയ സംഭാവനകൾ അർപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF-നാവട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനാവട്ടെ അൻവറിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ സ്വരാജിനെതിരെ പോർമുഖം തുറന്ന് ജയിക്കാൻ കഴിയുമെന്ന ഒരവസ്ഥ ഇപ്പോഴില്ല. മാത്രമല്ല അൻവറിനെയും ഇടതുപക്ഷത്തെയും ഒരേ സമയം എതിർത്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ശക്തിയൊന്നും തങ്ങൾക്കില്ല എന്ന തിരിച്ചറിവ് KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലക്കുമെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്.
അടുത്ത ദിവസം തന്നെ കെ സുധാകരനും നിലമ്പൂരിലെത്തി അൻവറുമായി നേരിട്ട് സംസാരിക്കുമെന്നാണ് കിട്ടുന്ന സൂചനകൾ. ഏതു നിലയിലും ഈ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ അവസാനിപ്പിച്ച് അൻവറിനെ കൂടെ കൂട്ടിക്കൊണ്ട് ശക്തമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അണിയൊരുക്കങ്ങൾ UDF-ൽ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ആ കാര്യങ്ങൾ വിജയത്തിലെത്തുമെന്നു തന്നെയാണ് അനുമാനിക്കേണ്ടത്. അതാണ് സാഹചര്യം. എന്തായാലും നിലമ്പൂർ രാഷ്ട്രീയത്തിൽ നിന്ന് ഇനിയും പുതിയ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. PV അൻവർ ഉറപ്പായും UDF-ന് വഴങ്ങും, UDF-മായി ധാരണയുണ്ടാകുമെന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ അവിടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്. അതിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. അതിൻ്റെ വഴിയൊരുക്കലാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന പരിവേഷം നഷ്ടപ്പെടുത്തുന്നത് എന്നതുകൊണ്ടുകൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണണം നിലമ്പൂരിൽ എന്തു സംഭവിക്കുന്നു എന്ന കാര്യം കൂടി. എന്തായാലും PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുക. ഒപ്പം മത്സരരംഗത്ത് ഉറച്ചുണ്ടാകുമെന്ന് അദ്ദേഹത്തോട് അൻവറിനോട് അടുത്ത കേന്ദ്രങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് സംഭവിക്കുമോ, അൻവർ സ്വതന്ത്രനായി തന്നെ മത്സരരംഗത്തുണ്ടാകുമോ എന്ന കാര്യം പ്രസക്തമാണ്. ഇപ്പോൾ പ്രതികരിക്കാൻ അൻവർ തയ്യാറായിട്ടില്ല എന്നതാണ് നേരത്തെ CV അനുമോദ് റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായും അൻവർ ഇനി നടത്താൻ പോകുന്ന പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. വരുന്ന മിനിറ്റുകളിൽ അക്കാര്യം ഉണ്ടാകുമെന്ന് കരുതാം. എന്താണ് അനുമോദ്, എന്തുകൊണ്ട് പത്രിക തള്ളി? അതിന്റെ സാങ്കേതിക കാരണങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരം ഇപ്രകാരമാണ്. ഈ പത്രികയിൽ 10 പേരുടെ ഒപ്പ് വേണമായിരുന്നു, അത് ഉണ്ടായിരുന്നില്ല. ആ ഒരു സാങ്കേതിക കാരണം പറഞ്ഞാണ് തള്ളിയിരിക്കുന്നത്. ദേശീയ പാർട്ടി എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച് 10 പേരുടെ ഒപ്പ്, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട 10 പേരുടെ ഒപ്പ് വേണമായിരുന്നു. അത് ഇതിൽ ഉണ്ടായിരുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ സ്ഥാനാർത്ഥി നൽകിയ പത്രിക തള്ളിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം നൽകിയ പത്രിക സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, അതാണ് സാഹചര്യം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ മത്സരരംഗത്തുണ്ടാകും എന്നതാണ് ഇനിയുള്ള ചിത്രം. ഇനിയുള്ള 2 ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ പ്രതീക്ഷിക്കാമോ? എന്തായാലും PV അൻവർ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാവില്ല മത്സരരംഗത്ത്. നിലമ്പൂർ രാഷ്ട്രീയത്തിൽ നിന്നും നമുക്ക് തുടക്കം മുതൽ സസ്പെൻസുകളുണ്ട്. ഇനിയും പ്രതീക്ഷിക്കാം അത്തരം നീക്കങ്ങൾ. ന്യൂസ്